സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസം നൽകിക്കൊണ്ട് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഡൽഹി സർക്കാർ ഔദ്യോഗികമായി അംഗീകാരം നൽകി. ഡൽഹിയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ അപേക്ഷാ നടപടികൾക്കായി ഓഗസ്റ്റ് 1 പ്രത്യേക പോർട്ടൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തികാശ്വാസം നൽകിക്കൊണ്ട് പ്രതിമാസം 2500 രൂപ സഹായധനം നൽകുന്ന ഡൽഹി ലക്ഷ്മി യോജന പദ്ധതിക്ക് ഡൽഹി സർക്കാർ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചരിത്രപരമായ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഡൽഹിയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ അപേക്ഷാ പരിപാടികൾക്കായി ഓഗസ്റ്റ് 1 പ്രത്യേക പോർട്ടൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക പോർട്ടൽ വഴിയാണ് സ്ത്രീകൾ ഈ സാമ്പത്തിക സഹായത്തിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. കുറഞ്ഞത് 10 വർഷമായി ഡൽഹിയിൽ താമസിക്കുന്നവരാണെന്നും തങ്ങൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നുമുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം അപേക്ഷകർ ഒപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. തുടർന്ന് ലഭിക്കുന്ന അപേക്ഷകൾ കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസ തുക നൽകുന്നത്. വരാനിരിക്കുന്ന രക്ഷാബന്ധൻ ദിനത്തോടനുബന്ധിച്ച് പദ്ധതിയുടെ ആദ്യ ഗഡു വിതരണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അധികാരത്തിലെത്തി 1.25 വർഷത്തിനുള്ളിൽ തന്നെ നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സ്ത്രീകളുടെ ക്ഷേമത്തിനായി ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. നേരത്തെ ആം ആദ്മി പാർട്ടി സർക്കാർ അവതരിപ്പിച്ചിരുന്ന മഹിളാ സമ്മാൻ യോജന പദ്ധതിക്ക് പകരമായാണ് BJP സർക്കാർ ഇപ്പോൾ പുതിയ ലക്ഷ്മി യോജന പദ്ധതി നടപ്പിലാക്കുന്നത്. AAP സർക്കാരിന്റെ കാലത്ത് പ്രതിമാസം 1000 രൂപയായിരുന്ന സഹായധനം പിന്നീട് 2100 രൂപയായി ഉയർന്നുവെങ്കിലും ഇപ്പോൾ പുതിയ സർക്കാർ അത് 2500 രൂപയാക്കി വർദ്ധിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്കിടയിൽ വലിയ തരംഗമാകാൻ സാധ്യതയുള്ള ഈ പദ്ധതി രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയായി കഴിഞ്ഞു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.